ഹലോ വെൽക്കം ബാക്ക് ടു മാളസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ കഫക്കെട്ട് കാരണം നമുക്ക് ഈ നെഞ്ചുവേദന തലവേദനയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു അടിപൊളി ടിപ്സാണ്. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു തവിയിൽ ഒരു അല്പം വെളിച്ചെണ്ണ എടുക്കുക. നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചക്കർപ്പൂരം ഇല്ലേ, പച്ചക്കർപ്പൂരം തന്നെ എടുക്കണേ. എന്നിട്ട് അതൊന്ന് ഇതിലേക്ക് നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിച്ചിടുക കേട്ടോ. കൈ കൊണ്ട് പൊടിച്ചിട്ടതിന് ശേഷം ഗ്യാസ് കത്തിച്ചിട്ട് ഈ തവിയോ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഈ കർപ്പൂരം നല്ലപോലെ മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഈ തവി ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ച് കൊടുത്താലേ എണ്ണ മറിയാതിരിക്കുകയുള്ളൂ. അതിനുശേഷം തണുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നമുക്ക് എവിടെയാണ് കഫക്കെട്ട് കാരണം വേദനയുള്ളത് അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരിയ ഒരു ചൂടോടുകൂടി ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഈ പിരികത്തിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല വേദന ഉണ്ടാവും. ഈ ജലദോഷവും കഫക്കെട്ടൊക്കെ വന്ന് അധികമായി കഴിഞ്ഞാൽ പുരികത്തിൻ്റെ ഇവിടെ ആയിട്ട് നല്ല വേദന ആയിരിക്കും. തല ഇങ്ങനെ കുനിക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടാവില്ലേ. അപ്പോൾ അവിടെ ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേദന മാറി കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നെഞ്ചിൽ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഫോണും ലാപ്ടോപ്പൊക്കെ കുറേ നേരം ഉപയോഗിച്ചപ്പോൾ നമ്മുടെ കഴുത്തിനൊക്കെ വേദന വരും. അപ്പോൾ അവിടെ ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. അത് മാത്രമല്ല, നമുക്ക് ഈ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതൊന്ന് പുരട്ടി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വേദന മാറി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേദന നമുക്ക് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞു മക്കൾക്ക് വരെ ഇത് തേച്ച് കൊടുക്കാൻ പറ്റും. കഫക്കെട്ടും ജലദോഷം കൂടുതലൊക്കെ ആണെങ്കിൽ, അതുകൊണ്ട് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ മാറി കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.